നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. യുഎഇയിലും ക്രിസ്മസ് ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഇത്തവണ വിശ്വാസികളെ പള്ളികളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഷാർജയിൽ നിന്ന് അരുൺ പാറാട്ടിന്റെ റിപ്പോർട്ട്. യുഎയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥന ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് കാലമായതിനാൽ തന്നെ വലിയ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് യുഎയിലെ പള്ളികളിൽ എങ്ങും പ്രാർത്ഥനകൾ പുരോഗമിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാർജയിലാണ്. ഷാർജയിലുള്ള യാർമുക്ക് എന്ന പ്രദേശത്താണുള്ളത്. ഷാർജയിലുള്ള പ്രധാനപ്പെട്ട ദേവാലയങ്ങളെല്ലാം, യുഎയിലെ ഏറ്റവും വലിയ ദേവാലയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം നിൽക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ പ്രാർത്ഥനയ്ക്കായി നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ കോവിഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇവിടെയുള്ള പ്രാർത്ഥനാ നിർദ്ദേശങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ സെൻറ്റ് ഗ്രിഗോറിയസ് പള്ളിയിൽ ഇപ്പോൾ ഉണ്ണിയേശുവിന് പുൽക്കൂടൊരുക്കിയും വർണ്ണ വെളിച്ചങ്ങളാൽ നക്ഷത്രങ്ങൾ തൂക്കിയും ഇവിടെയുള്ള ക്രിസ്മസ് അലങ്കാരങ്ങൾ ഒരുക്കിയും ക്രിസ്മസ് ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ഇടവക വികാരി ഫിലിപ്പം സാമുവൽ കോർ എപ്പിസ്കോപ്പയുടെയും സഹവികാരി ജെയ്സൺ തോമസിൻ്റെയും മുഖ്യ കാർമ്മികത്തിലാണ് ഇവിടെയുള്ള ശുശ്രൂഷകളെല്ലാം തന്നെ നടക്കുന്നത്. വൈകിട്ട് 6:30 തന്നെ ഇവിടെയുള്ള ശുശ്രൂഷകൾക്ക് തുടക്കമായിരുന്നു. ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് വലിയ തോതിൽ തന്നെ കയറി വരുമ്പോൾ തന്നെ താപനില അടക്കം പരിശോധിച്ചുകൊണ്ടാണ് വിശ്വാസികളെ പള്ളിക്ക് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കോവിഡിൻ്റെ വലിയ സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അതിനാൽ വിശ്വാസികൾക്ക് നേരിട്ടെത്തി പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അതിന് ചെറിയ അയവ് വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ വിശ്വാസികളെല്ലാം തന്നെ പള്ളികളിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഈ ഇത്തവണ ഏത് രീതിയിലാണ് പ്രാർത്ഥന പുരോഗമിക്കുന്നത്? ഇപ്പോൾ ശുശ്രൂഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം പ്രോട്ടോകോൾ വിധത്തിലാണ് നമ്മൾ എല്ലാവിധ ആൾക്കാരെ ചെക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണ് അകത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ ചെക്ക് കുഞ്ഞുങ്ങൾ 12 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വിശ്വാസികൾക്ക് മാത്രമേ പള്ളിയിൽ ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. അതായത് താപനില അടക്കം പരിശോധിച്ചാണ് ആളുകളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ എല്ലാ രീതിയിലുമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി താപനിലയടക്കം പരിശോധിച്ച് കോവിഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് നമുക്ക് ചുറ്റും കാണാം. രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് രജിസ്ട്രേഷൻ കൗണ്ടർ ഇവിടെയുണ്ട്. രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാമൂഹിക അകലം പാലിക്കാനുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ പള്ളിക്കുള്ളിൽ ഒരുക്കിയാണ് ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങൾ യുഎയിൽ പുരോഗമിക്കുന്നത്. ഷാർജയിൽ നിന്നും യൂസഫ് അലി മെൽഫോക്സിനൊപ്പം അരുൺ പാറാട്ട്, 24. ക്രിസ്മസിനൊരുങ്ങി യുഎയിലെ എല്ലാ ക്രിസ്ത്യൻ പള്ളികളിലും ഇന്ന് രാത്രി കുർബാനയും ആഘോഷങ്ങളും നടക്കും. വലിയ ഓഫറുകൾ ഒരുക്കി വ്യാപാര സ്ഥാപനങ്ങളും ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ആഘോഷമാക്കുകയാണ്. രാജ്യത്തുടനീളം ക്രിസ്മസ് ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. കോവിഡ് സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. കോവിഡ് സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇത്തവണ പലരും നാട്ടിൽ പോകുന്നില്ല. പ്രായമായ മാതാപിതാക്കളെ യുഎയിലേക്ക് കൊണ്ടുവരുന്ന പതിവും ഒഴിവാക്കിയാണ് പലരും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യുഎയിലെ എല്ലാ ക്രിസ്ത്യൻ പള്ളികളിലും ഇന്ന് രാത്രി കുർബാനയും ആഘോഷങ്ങളും നടന്നു. വ്യാപാര സ്ഥാപനങ്ങളിലും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഉണർവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടമായിരുന്നു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂടി എത്തിയതോടെ മോളുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ സജീവമായിട്ടുണ്ട്. എക്സ്പോ വേദികളിലും ക്രിസ്മസ് ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള പവലിയനുകളിലും കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. 24 ദുബായ്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം ലോകം മുഴുവൻ പകർന്നു നൽകിയ ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവി ദിനം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസി വിശ്വാസികൾ. സൗദി ദമാമിലെ ക്രിസ്തീയ സമൂഹവും ആഘോഷത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും തിരുപ്പിറവിയുടെ നന്മ മനസ്സിൽ നിറച്ച് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രവാസി വിശ്വാസികളും അവസാനവട്ട ഒരുക്കത്തിലേക്ക് നീങ്ങുകയാണ്. വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര വെളിച്ചം നിറച്ച് വിശ്വാസികൾ പുണ്യരാവിനെ എതിരേൽക്കുകയാണ്. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ഗീതങ്ങളും പുണ്യരാവിന് വർണ്ണശോഭ നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വാരാന്ത്യ അവധി ദിനത്തിൽ ക്രിസ്മസ് പുലരിയെത്തുമ്പോൾ പ്രവാസ ലോകത്ത് അത് ഇരട്ടി മധുരമാണ് സമ്മാനിക്കുന്നത്. നല്ലൊരു ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുൽക്കൂടുകളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു പുതിയ ക്രിസ്മസിനെ വരവേൽക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. കോവിഡ് മൂലം കഴിഞ്ഞ 2 വർഷവും മറ്റെല്ലാ ആഘോഷങ്ങൾക്കും എന്ന പോലെ ക്രിസ്മസും അത്ര വലിയ രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ വർഷം ഏറെ സന്തോഷപൂർവ്വം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണിവർ. ഈ 2 വർഷമായി കോവിഡ് കാരണം ഞങ്ങൾക്ക് ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ വർഷമെങ്കിലും നാട്ടിൽ പോയി ഫാമിലിയുടെ കൂടെ ആഘോഷിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾക്ക് പല ഇഷ്യൂസ് കാരണം സാധിച്ചില്ല. ഞങ്ങൾ ഇവിടെ ഫ്ലാറ്റിലുള്ള എല്ലാവരും കൂടി ഒരു കുടുംബമായിട്ട് ഇപ്രാവശ്യം
ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മരങ്ങൾ കൊണ്ട് തീർത്ത മേൽക്കൂരയും ചുവരുകളും ഒരുക്കി ഉണ്ണീശോയെ വരവേൽക്കാൻ മനോഹരമായ പുൽക്കൂടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ച വലിയുടന്റെ ജനനം വാഴ്ത്തി വിശ്വാസികളെല്ലാം ഇനി ആഘോഷ രാവുകളിലേക്ക്. സുബൈറുദ്ദീൻ 24 തമാം. ബഹ്റൈനിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി വിവിധ ആരാധനാലയങ്ങളും സംഘടനകളും കൂട്ടായ്മകളും ഉൾപ്പെടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുന്നത്. 9 വിശ്വാസികൾക്ക് തുറന്നുകൊടുത്ത GCCയിലെ ഏറ്റവും വലിയ ദേവാലയമായ അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രൽ, അവാലി ചർച്ച്, സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ, സെന്റ് പോൾസ് മാർത്തോമ പാരിഷ്, സെന്റ് ഗ്രിഗോറിയോസ് ജ്ഞാനായ പള്ളി, സെന്റ് പീറ്റേഴ്സ് ദേവാലയം, മലയാളി CSI ദേവാലയം, ബഹ്റൈൻ മാർത്തോമ പാരിഷ്, മലയാളി CSI സൗത്ത് കേരള ഡയോസിസ് ദേവാലയം, കേരള ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കൗൺസിൽ, ഇന്ത്യൻ ക്ലബ്, കേരളീയ സമാജം, കേരള കാത്തലിക് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെയും ആരാധനാലയങ്ങളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് ബഹ്റൈനിൽ ക്രിസ്തുമസ് ആഘോഷമാക്കുന്നത്. കൂടാതെ വിശ്വാസികളുടെ ഭവനങ്ങൾ, ഓഫീസുകൾ, പ്രവാസികളായ നിരവധി പേരുടെ വീടുകൾ എന്നിവിടങ്ങളിലും നക്ഷത്രവിളക്കുകളും പുൽക്കൂടുകളും ഒരുക്കിയിട്ടുമുണ്ട്. മധുരപലഹാരങ്ങളും ചോക്ലേറ്റുകളും വിതരണം ചെയ്ത് ഗാനങ്ങൾ ആലപിച്ച് സാന്റയ്ക്കൊപ്പം കരോൾ സംഘങ്ങളും വാദ്യമേളങ്ങളുമായി ബഹ്റൈനിൽ പ്രവാസികൾക്ക് മറക്കാനാകാത്ത മനോഹരമായ ഒരു ക്രിസ്തുമസ് കാലം കൂടിയാണ് സമ്മാനിക്കുന്നത്. മഞ്ഞു പെയ്യുന്ന രാവിലും ബഹ്റിന്റെ പ്രവാസ ലോകത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ വിവിധ ദേവാലയങ്ങളിലും അതോടൊപ്പം വിവിധ സംഘടനകളിലും ഒരുപോലെ നടക്കുകയാണ്. KCAയിലെ കരോൾ സംഘമാണ് നമ്മളോടൊപ്പം ഐമാക് ബഹ്റിൻ മീഡിയ സിറ്റിയുടെ ഈ തിരുമുറ്റത്ത് നിന്നും ഇത്രയും സമയം ചേർന്നത്. ക്യാമറമാൻ പ്രഗീഷ് ബാലയ്ക്കൊപ്പം പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ. പ്രതിദിന കോവിഡ് കേസുകൾ സൗദിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ബാധിച്ച് തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം വലിയ തോതിൽ ഉയർന്നാൽ വീണ്ടും രാജ്യത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ടി വരുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. വരും ആഴ്ചകളിൽ സൗദിയിൽ പ്രതിദിന കോവിഡ് കേസുകൾ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി പ്രതിനിധി ഡോക്ടർ ഇമാദ് അൽ മുഹമ്മദി പറഞ്ഞു. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലാകുന്നവരുടെയും തീവ്രപരിചരണ വിഭാഗങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെയും എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചാൽ രാജ്യത്ത് വീണ്ടും കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ ഉയരുന്നുണ്ടെങ്കിലും ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണത്തിലും മരണസംഖ്യയിലും കാര്യമായ വർധനവ് സൗദിയിൽ ഇപ്പോഴില്ല. കൈകൾ സാനിറ്റൈസ് ചെയ്യുന്നതും തുറന്ന സ്ഥലങ്ങളിലും അടച്ചിട്ട സ്ഥലങ്ങളിലും മാസ്ക് ധരിക്കുന്നതും ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതും ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഇമാദ് അൽ മുഹമ്മദി ആവശ്യപ്പെട്ടു. 24 ജിദ്ദ. സൗദിയിൽ പ്രതിദിന കോവിഡ് കേസുകൾ 300 കടന്നു. 332 കോവിഡ് കേസുകളും ഒരു മരണവുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. റിയാദിൽ ആക്റ്റീവ് കേസുകൾ 400 കടന്നു. സൗദിയിൽ പ്രതിദിന കോവിഡ് കേസുകൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയും രോഗമുക്തി നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. 24 മണിക്കൂറിനിടെ 78,214 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 332 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 0.42% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 121 പേർ രോഗമുക്തി നേടി. ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 5,52,081 കോവിഡ് കേസുകളും 5,40,627 രോഗമുക്തിയും 8,869 മരണവുമാണ്. രോഗമുക്തി നിരക്ക് 97.93% കുറഞ്ഞു. 2,585 പേർ ഇപ്പോൾ കോവിഡ് ചികിത്സയിലുണ്ട്. ഇതിൽ 36 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദ് നഗരത്തിൽ ഇന്ന് 127 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജിദ്ദയിൽ 60ഉം മക്കയിൽ 45ഉം ദമാമിൽ 11ഉം മദീനയിൽ 8ഉം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. റിയാദിൽ ആക്റ്റീവ് കേസുകൾ വീണ്ടും 400 കടന്നു. റിയാദിൽ 419ഉം ജിദ്ദയിൽ 305ഉം മക്കയിൽ 240ഉം മദീനയിൽ 105ഉം ദമാമിൽ 64ഉം ആക്റ്റീവ് കേസുകളാണുള്ളത്. 24 ജിദ്ദ. ഗുഡ് കെയർ കാർഗോയുടെ പുതിയ ശാഖ ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും പ്രശസ്തമായ ഗുഡ് കെയർ കാർഗോ ആൻഡ് കൊറിയർ സർവീസിന്റെ പുതിയ ശാഖ ജിദ്ദയിലെ ഷറഫിയയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഷറഫിയയുടെ ഹൃദയഭാഗത്ത് മുഗൾ റെസ്റ്റോറന്റിന് സമീപത്താണ് സൗദിയിലെ ആദ്യത്തെ ശാഖ പ്രവർത്തിക്കുന്നത്.
പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗ്രൂപ്പിന്റെ സൗദി ചെയർമാൻ അഹമ്മദ് അൽ സഹ്റാനി ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളായ സത്താർ കൊടുവള്ളി, സജീർ, മുഹമ്മദ് റിൻഷാദ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഷോപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഷിപ്പാണെങ്കിൽ 7.25 പെർ kg. ഡെലിവറി ടൈം 40-45 ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യുന്നതാണ്. എയർ കാർഗോ ആണെങ്കിൽ വെരി ഫാസ്റ്റ് ഡെലിവറി ഉണ്ട്. അത് 10 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നതാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലേക്ക് സീ കാർഗോ വഴി സാധനം അയക്കാൻ കിലോയ്ക്ക് 7.25 റിയാൽ മാത്രമാണ് ഈടാക്കുന്നത്. എയർ കാർഗോ വഴിയുള്ള ഡോർ ടു ഡോർ പാർസലുകൾ 10 ദിവസത്തിനുള്ളിൽ വീടുകളിലെത്തിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ഗൾഫ് ഫോക്കസിലേക്ക് 24 എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. OICC കുവൈത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണവും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ജില്ലാ പ്രസിഡന്റ് വിപിൻ മങ്ങാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ OICC നാഷണൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് എബി വാരിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നേതാവായിരുന്നു കെ കരുണാകരനെന്നും അദ്ദേഹത്തിന്റെ അഭാവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നും മുഴച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി BS പിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ നറുക്കെടുപ്പ് പുരോഗമിക്കുന്നു. 2022 ജനുവരി 29 വരെയാണ് നറുക്കെടുപ്പ് നടക്കുക. ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പിലെ ഏതെങ്കിലും ജ്വല്ലറിയിൽ നിന്ന് 500 ദിർഹത്തിന്റെ ആഭരണം വാങ്ങുമ്പോൾ നറുക്കെടുപ്പിലൂടെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ 1 കിലോ സ്വർണവും അവസാന ദിവസം 3 കിലോ സ്വർണവുമാണ് ഉപഭോക്താക്കൾക്ക് പദ്ധതിയിലൂടെ സമ്മാനമായി ലഭിക്കുക. കഴിഞ്ഞ ദിവസം നടന്ന നറുക്കെടുപ്പിൽ ശ്രീലങ്കൻ സ്വദേശി ദുമിന്ദ ഹെറാത്ത്, പാകിസ്ഥാൻ സ്വദേശി തൽഹ ഖാൻ, ഇന്ത്യക്കാരായ മോണിക്ക, മെയ്സ യൂസഫ് എന്നിവർ വിജയികളായി. ഇവർക്ക് 1/4 കിലോ സ്വർണം സമ്മാനമായി ലഭിക്കും. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഉപഭോക്താക്കൾ ആവേശപൂർവ്വം സമ്മാന പദ്ധതിയെ സ്വീകരിച്ചു എന്ന് ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് ജനറൽ മാനേജർ മംത മരിയ ഫ്രാൻസിസ് പറഞ്ഞു. സിറ്റി ഓഫ് ഗോൾഡ് എന്ന നിലയിൽ ദുബായ് നിവാസികളും ഇവിടെ എത്തുന്ന സന്ദർശകരും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നുവെന്നും മംത കൂട്ടിച്ചേർത്തു. ദുബായ് കോവിഡ് എന്ന പാൻഡമിക്കിനെ നേരിട്ട രീതി കൊണ്ടായിരിക്കാം നമ്മളുടെ ടൂറിസ്റ്റ് ഇൻഫ്ലോയും പിന്നെ ആളുകളുടെ ഒരു ഇതിനോടുള്ള ഒരു അപ്രോച്ചും ഒരു റിയാക്ഷനും ഇസ് വെരി സർപ്രൈസിങ്. നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രൊമോഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. ജനുവരി 30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊമോഷനാണ്. 2022 ജനുവരി 29 വരെയാണ് നറുക്കെടുപ്പ് നടക്കുക. 24 ദുബായ്. സംസ്ഥാനത്ത് 8 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കും, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ 2 പേർക്ക് വീതവുമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണ്. ആദ്യ ഒമിക്രോൺ രോഗിയെ ഡിസ്ചാർജ് ചെയ്തതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കേരളത്തിലെ കോവിഡ് കണക്കുകളിൽ ആശങ്ക രേഖപ്പെടുത്തിയ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലാണ് നിലവിൽ കേസുകൾ കൂടുതലുള്ളത്. 17 സ്ഥലങ്ങളിലായി 358 ഒമിക്രോൺ വകഭേദ കേസുകളാണ് നിലവിൽ രാജ്യത്തുള്ളത്. രാത്രി കർഫ്യൂ, ആൾക്കൂട്ട നിയന്ത്രണം എന്നിവ നടപ്പാക്കാൻ ഡിസംബർ 21 സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വ്യക്തമാക്കി. കിടക്കകളുടെ എണ്ണവും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡെൽറ്റയെ അപേക്ഷിച്ച് ഒമിക്രോണിന് വ്യാപന ശേഷിയുണ്ടെന്ന് WHO മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ക്രിസ്മസ് വാർത്തകളിലേക്കാണ്. ക്രിസ്മസ് ആഘോഷ നിറവിൽ സംസ്ഥാനത്തെ ക്രൈസ്തവ വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവി ചടങ്ങുകളും. കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസ് പള്ളിയിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം ചേരുകയാണ്. റഹീം, കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസ് പള്ളിയിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാന ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുവെന്നറിയുന്നു. എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ക്രിസ്മസ് സന്ദേശത്തിലെ പൊരുളെന്താണ്? ക്രിസ്റ്റീന, നിലവിൽ കാക്കനാട്, അതായത് കൊച്ചി കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് പാതിരാ കുർബാനയ്ക്കുള്ള കുർബാനയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിക്കുകയാണ്. പാതിരാ കുർബാന ആരംഭിച്ചു കഴിഞ്ഞു. സാധാരണ നിലയിൽ സെന്റ് മേരീസ് ബസിലിക്കയിലാണ് മാർ ജോർജ് ആലഞ്ചേരി കുർബാന അർപ്പിക്കാറുള്ളത്. എന്നാൽ ഏകീകൃത കുർബാന സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തവണ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ അദ്ദേഹം ഇത്തവണ പാതിരാ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം എല്ലാ തവണയും സെന്റ് മേരീസ് ബസിലിക്കയിൽ ഇത്തവണ
സെന്റ് മേരീസ് ബസിലിക്കയിൽ കുർബാന അർപ്പിക്കാനുള്ള മാർ ജോർജ് ആലഞ്ചേരി ഇത്തവണ മൗണ്ട് സെന്റ് തോമസിൽ കുർബാന അർപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണ സിറോ മലബാർ സഭ ബിഷപ്പ് കൂടിയായിട്ടുള്ള ആന്റണി കരിയിലാണ് ഇത്തവണ സെന്റ് തോമസിൽ ഇത്തവണ കുർബാന അർപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ ഒരു സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം വിശ്വാസികളെല്ലാം തന്നെ നിലവിൽ പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അബ്ദുൾ റഹീം. ഇനി തിരുവനന്തപുരത്ത് പാളയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്ന് അല്ലമീൻ ചേരുകയാണ്. അല്ലമീൻ, മഹാമാരി കാലത്തെ ക്രിസ്മസ് ആണ്. നിരവധി കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുന്ന ലോക ജനതയ്ക്കിടയിലേക്ക് ഏത് തരത്തിലുള്ള ഒരു ക്രിസ്മസ് സന്ദേശമാണ് പാളയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്ന് ലഭിക്കുന്നത്? ക്രിസ്റ്റീന, വലിയ ഇടയന്റെ ജന്മം വാഴ്ത്തുന്ന മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ നിരവധി വിശ്വാസികളാണ് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒത്തുകൂടിയിരിക്കുന്നത്. വിശ്വാസ ദീപ്തിയിൽ മണ്ണിലും മിന്നിലും നക്ഷത്ര വെളിച്ചം പകർന്നാണ് പുണ്യരാജനെ വരവേൽക്കുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഉണ്ടായ നിയന്ത്രണങ്ങളും കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഇടവേള കഴിഞ്ഞു വരുന്ന ഒരു ക്രിസ്മസ് കൂടിയാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് സംസ്ഥാനത്തെ ക്രൈസ്തവ വിശ്വാസികൾ വരവേൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പല ദേവാലയങ്ങളിലായി ഇതിനോടകം പാതിരാ കുർബാനയും തിരുപ്പിറവി ശുശ്രൂഷകളും പൂർത്തിയായി കഴിഞ്ഞു. ചിലയിടങ്ങളിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലാണ്. ഇവിടുത്തെ ശുശ്രൂഷ ചടങ്ങുകൾക്കും തിരു കർമ്മങ്ങൾക്കും അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം മുഖ്യ കാർമ്മികത്വം വഹിക്കുകയാണ്. നേരത്തെ പട്ടം സെന്റ് തോമസ് പള്ളിയിലും സമാനമായ രീതിയിലുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. അവിടെ നടന്ന തീയൊഴിച്ച ശുശ്രൂഷയിലും കുരിശേന്തിയുള്ള പ്രദക്ഷിണത്തിലും പാതിരാ കുർബാനയിലും നിരവധി പേർ പങ്കെടുത്തു. കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയാണ് അവിടുത്തെ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. നിരവധി വിശ്വാസികൾ ഇത്തരത്തിൽ ഓരോ ദേവാലയങ്ങളിലും എത്തിച്ചേർന്നുണ്ട്. ക്രിസ്റ്റീന, കോഴിക്കോട് ദേവമാതാ ദേവാലയത്തിൽ നിന്ന് അർജുൻ മട്ടന്നൂർ ചേരുകയാണ്. അർജുൻ, കോഴിക്കോട് എങ്ങനെയാണ് പാതിരാ കുർബാന പുരോഗമിക്കുന്നത്? ചടങ്ങുകളുടെ വിവരങ്ങൾ. ക്രിസ്റ്റീന, വടക്കൻ കേരളത്തിലും ഇത്തരത്തിൽ പാതിരാ കുർബാനക്ക് നിരവധി വിശ്വാസികളാണ് ആരാധനാലയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് രൂപതയിലെ ദേവമാതാ കത്തീഡ്രലിൽ കോഴിക്കോട് ബിഷപ്പ് തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ബിഷപ്പ് വർഗീസ് ചക്കാലത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദിവ്യബലി അർപ്പിക്കുന്നത്. താമരശ്ശേരി രൂപതയിൽ മേരിമാതാ കത്തീഡ്രൽ നടക്കുന്ന പാതിരാ കുർബാനയിൽ ഫാദർ മാത്യു മാവേലിലും നേതൃത്വം നൽകുന്നുണ്ട്. മാത്രവുമല്ല, നാളെ രാവിലെ 7 മണിക്ക് നടക്കുന്ന ശുശ്രൂഷകൾക്ക് താമരശ്ശേരി ബിഷപ്പ് MGS ഇഞ്ചിനാണ്ടിയൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. എന്തായാലും ഇത്തരത്തിൽ തിരുപ്പിറവിയുടെ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് അതിന്റെ പാതിരാ കുർബാനക്ക് കഴിഞ്ഞ 2 വർഷം കോവിഡ് പ്രോട്ടോകോൾ കാരണം വിശ്വാസികൾക്ക് ഇത്തരത്തിൽ പാതിരാ കുർബാനക്ക് അർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൂടുതൽ ആളുകൾക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ വന്നതോടെ ആരാധനാലയങ്ങളിലെ പാതിരാ കുർബാനക്ക് നിരവധി വിശ്വാസികളാണ് വടക്കൻ കേരളത്തിലും എത്തിച്ചേരുന്നത്. ശരി, വീണ്ടും തിരുവനന്തപുരം പാളയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രലിലേക്കാണ്. അവിടെ നിന്ന് വീണ്ടും അല്ലമീൻ ചേരുകയാണ്. അമീൻ, പാതിരാ കുർബാന ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിരാ കുർബാന ചടങ്ങുകൾ നടക്കുകയാണ്. ക്രിസ്മസിന്റെ ആഘോഷ നിറവിലേക്ക് പോകും മുമ്പ് ക്രൈസ്തവ വിശ്വാസികൾ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചിയിലെ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസ് പള്ളിയിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കുർബാന ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അവിടെ നിന്ന് അബ്ദുൾ റഹീം ചേരുകയാണ്, 24-ന്റെ പ്രതിനിധി. റഹീം, ഈ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തർക്കങ്ങൾക്കിടയ്ക്കാണ് ഇത്തവണത്തെ ക്രിസ്മസ് കടന്നു വരുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഐകമത്യത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒക്കെ ആണ് തിരുപ്പിറവി സൂചനയാണല്ലോ. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ളൊരു സന്ദേശമാണ് മാർ ജോർജ് ആലഞ്ചേരി നൽകുന്നത്? ക്രിസ്റ്റീന, നിലവിൽ
മൗണ്ട് സെന്റ് തോമസിൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അദ്ദേഹത്തിന്റെ സന്ദേശ പ്രസംഗം ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ. നിലവിൽ തിരുക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുർബാന സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഇതിനുശേഷമാകും അദ്ദേഹത്തിന്റെ ക്രിസ്മസ് സന്ദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ട സിറോ മലബാർ സഭയിൽ തർക്കം നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തവണ കാക്കനാട് സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ അദ്ദേഹം ഇത്തവണ ഏകീകൃത കുർബാന അർപ്പിക്കുന്നത്. അതേസമയം സാധാരണ നിലയിൽ അദ്ദേഹം എല്ലാ തവണയും പാതിരാ കുർബാന അർപ്പിക്കാൻ എത്താറുള്ളത് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലാണ്. പക്ഷേ ഇത്തവണ ഇവിടെ പാതിരാ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത് സിറോ മലബാർ സഭ ബിഷപ്പ് കൂടിയായിട്ടുള്ള ആന്റണി കരിയിലാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഈ ഒരു പള്ളിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നിലവിൽ ക്രിസ്മസ് രാവിന്റെ ആ ഒരു എല്ലാവിധ പവിത്രതയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ വിശ്വാസികൾ ഓരോരുത്തരായി നിലവിൽ പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുപ്പിറവിയും ദിവ്യബലി അർപ്പിക്കലും ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ക്രിസ്മസ് സന്ദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഏതായാലും നിലവിൽ സിറോ മലബാർ സഭയിൽ ആ സ്ഥാനത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഈ ഒരു ക്രിസ്മസ് രാവുമായി ബന്ധപ്പെട്ടുള്ള പാതിരാ കുർബാനയും മറ്റും കാര്യങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. വിശ്വാസികളെല്ലാം തന്നെ പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ബിഷപ്പ് കൂടിയായിട്ടുള്ള ആന്റണി കരിയിൽ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തി മറ്റു കർമ്മങ്ങൾക്ക്, അതായത് തിരുക്കർമ്മങ്ങൾക്കും മറ്റും നേതൃത്വം നൽകുകയും ചെയ്യും. ഇതിനുശേഷം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിറോ മലബാർ സഭ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ അദ്ദേഹത്തിന്റെ സന്ദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ കുർബാന ഏകീകൃത വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അത്രമേൽ പ്രസക്തിയുമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം നമ്മൾ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വത്തിക്കാനിൽ നിന്നുള്ള തിരുപ്പിറവി ആഘോഷങ്ങളുടെ ചടങ്ങുകളാണ്. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പോപ്പ് ഫ്രാൻസിസ് കുർബാന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയാണ്. വത്തിക്കാനിൽ നിന്നും ആളുകൾ ദയവായി വട്ടത്തിൽ നിൽക്കുക. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷ നിറവിലേക്ക് പോവുകയാണ്. വത്തിക്കാനിൽ നിന്നുള്ള തിരുപ്പിറവി പാതിരാ കുർബാനയുടെ ചടങ്ങുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോപ്പ് ഫ്രാൻസിസ് ആണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പാതിരാ കുർബാനകളും തിരുപ്പിറവി ആഘോഷ ചടങ്ങുകളും വിവിധ ദേവാലയങ്ങളിൽ പുരോഗമിക്കുകയാണ്. കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസ് ദേവാലയത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. പോപ്പ് ഫ്രാൻസിസ് 6 മണിക്കൂർ മുൻപ് നൽകിയ അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറയുന്നത്, സാഹോദര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് ആണെങ്കിൽ മാത്രമേ ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കൂ എന്നാണ്. ഏറ്റവും പ്രയാസകരമായ മുഹൂർത്തത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം, പാവങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തണമെന്ന ആഹ്വാനവും പോപ്പ് ഫ്രാൻസിസ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തവണത്തെ പോപ്പ് ഫ്രാൻസിസിന്റെ ക്രിസ്മസ് സന്ദേശം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ ചേരുകയാണ്. അല്ലമീൻ, പാളയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? കർമ്മങ്ങൾക്ക് ഇപ്പോൾ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപ്പാക്യം കാർമ്മികത്വം വഹിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ക്രിസ്മസ് സന്ദേശം വിശ്വാസികൾക്ക് പകരുകയാണ്. കാലുഷ്യം നിറഞ്ഞ ഒരു കാലത്ത് വിദ്വേഷ മനസ്സുകൾക്ക് ശാന്തി പകരുന്നതിന് കാരണമാകട്ടെ ഈ ക്രിസ്മസ് എന്നുള്ളതാണ് പ്രധാനമായും പുരോഹിതർ വിശ്വാസികൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ഏതാണ്ട് എല്ലാ ദേവാലയങ്ങളിലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ചിലയിടങ്ങളിൽ ഇതിനോടകം തിരുപ്പിറവി ശുശ്രൂഷകളും പാതിരാ കുർബാനയും ചിലയിടങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട്, ചിലയിടങ്ങളിൽ പുരോഗമിക്കുകയാണ്. മറ്റു ചിലയിടങ്ങളിൽ
ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ. ഏതായിരുന്നാലും ഈ എല്ലാ ദേവാലയങ്ങളിലും പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി നൂറുകണക്കിന് വിശ്വാസികളാണ് അണിനിരന്നിരിക്കുന്നത്. ഭൂമിയിൽ തന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ച വലിയ ഇടയന്റെ തിരുപ്പിറവി നിമിഷം, ആ മുഹൂർത്തം അത് ധന്യമാക്കുന്നതിന്, അതിന് സാക്ഷികളാകുന്നതിന് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകളുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ പല ദേവാലയങ്ങളിലും എത്തിച്ചേർന്നിരിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ നടക്കുന്ന തിരുപ്പിറവി കർമ്മങ്ങൾക്ക് പുരോഹിതർ അർത്ഥത്തിൽ നേതൃത്വം നൽകുകയും ചെയ്യുകയാണ്. പലയിടങ്ങളിലും തീയൊഴിലിച്ച ശുശ്രൂഷയുൾപ്പെടെ പാതിരാ കുർബാന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പ്രായഭേദമന്യേ നിരവധി ആളുകൾ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായി എത്തുകയും ചെയ്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അൾത്താരയിൽ ഉണ്ണിയേശുവിന്റെ രൂപം പുൽക്കൂട്ടിലെത്തിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ഒപ്പം കുരിശേന്തിയുള്ള പ്രദക്ഷിണവും ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ ചടങ്ങുകളിലെല്ലാം നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഏതാണ്ട് എല്ലാ ദേവാലയങ്ങളിലും കാണാൻ സാധിക്കുന്നത്. പട്ടം സെന്റ് തോമസ് കത്തീഡ്രൽ നടന്ന ശുശ്രൂഷ ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബഷീർ കാതോലിക്ക ബാവയാണ് കാർമ്മികത്വം വഹിച്ചത്. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ ചടങ്ങുകളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇവിടെ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപ്പാക്യത്തിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. പാളയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്ന് അല്ലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്. വത്തിക്കാനിലും ക്രിസ്മസ് ആഘോഷ ചടങ്ങുകൾ ആരംഭിച്ചു. കുർബാന ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇത്തവണത്തെ ക്രിസ്മസ് സന്ദേശം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. 6 മണിക്കൂർ മുമ്പ് അദ്ദേഹം തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ മഹാമാരിയുടെ കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദരിദ്രരെയും അതുപോലെ തന്നെ സാധുക്കളെയും ചേർത്ത് പിടിക്കുകയും അവർക്കായി കരുതൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ദൈവം നമ്മോടൊപ്പം ഇറങ്ങി വരൂ എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ട്വീറ്റിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് സന്ദേശം ഉറ്റുനോക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇപ്പോൾ തിരുപ്പിറവി ആഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഗായക സംഘാംഗങ്ങളുടെ ഗാനവും മറ്റ് ക്രിസ്മസ് ചടങ്ങുകളും പുരോഗമിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്
Oremos. Deus, che ac Santissimam notem per illuminis fecisti illustratione clariscere, da quesumus, ut cuius interna mysteria lucis agnovimus, eius quoque gaudis perfluamus in cielo, qui tecum vivit et regnat in unitate Spiritus Sancti Deus, per omnia saecula saeculorum. Amen. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തിരുപ്പിറവി ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി ഗായക സംഘങ്ങളുടെ ഗാനങ്ങൾ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശം, മറ്റ് ചടങ്ങുകൾ എന്നിവയാണ് വത്തിക്കാനിലെ ക്രിസ്മസ് ചടങ്ങുകളുടെ പ്രത്യേകത. ഇത്തവണ ക്രിസ്മസിന് മുൻപ് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ട്വീറ്റിലൂടെ വിവിധ സന്ദേശങ്ങൾ ക്രൈസ്തവ വിശ്വാസികളിലേക്ക് എത്തിച്ചിരുന്നു. അഹങ്കാരവും സ്വാർത്ഥതയും പദവിയുടെ അഹമ്മതയും വെടിഞ്ഞ് വിനീതരാകുവാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശത്തിൽ ഉദ്ബോധിപ്പിച്ചത്. ആധ്യാത്മിക ജീവിതത്തിലെ വ്യതിചലനങ്ങളായ ഇവ സഭാ ദൗത്യ നിർവഹണത്തിൽ അഴിമതിക്ക് കാരണമാകുമെന്നും എളിമയോടെ അശരണർക്ക് ആലംബമാകുക എന്ന ദൗത്യമാണ് ക്രൈസ്തവ സഭാംഗങ്ങൾ പിന്തുടരേണ്ടതെന്നും വത്തിക്കാനിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദേശത്തിൽ പറയുന്നു. കൊച്ചിയിൽ നിന്ന് അബ്ദുൽ റഹീം ചേരുകയാണ്. റഹീം, കൊച്ചിയിലെ തിരുപ്പിറവി ചടങ്ങുകൾ എങ്ങനെ എറണാകുളത്തെ അല്ലെങ്കിൽ കൊച്ചിയിലെ വിവിധ പള്ളികളിൽ പാതിര കുർബാന സംബന്ധിച്ചുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിശ്വാസികൾ പള്ളിയിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടക്കുന്ന പാതിര കുർബാനയ്ക്കാണ് നിലവിൽ സീറോ മലബാർ സഭ മേധാവിയായിട്ടുള്ള സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകുന്നത്. പാതിര കുർബാന ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ക്രിസ്മസ് സന്ദേശം ഉണ്ടാവുക. അത് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നിലവിൽ നമുക്കറിയാം, ഈ ഏകീകൃത കുർബാന സംബന്ധിച്ചുള്ള തർക്കം സീറോ മലബാർ സഭയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാ തവണയും ഈ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലാണ് അദ്ദേഹം പാതിര കുർബാന കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. എന്നാൽ ഇത്തവണ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. മറിച്ച് അദ്ദേഹം സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് അദ്ദേഹം ഇത്തവണ ഈ കുർബാന കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കൂടാതെ എറണാകുളത്തെ മറ്റൊരു പ്രധാന പള്ളിയായ എറണാകുളം സെന്റ് മേരീസ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അദ്ദേഹം ഈ പാതിര കുർബാന കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അദ്ദേഹത്തിന്റെയും ക്രിസ്മസ് സന്ദേശം ഈ ഒരു ചടങ്ങുകൾക്ക് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിലവിൽ കോവിഡിന്റെ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് കടന്നിട്ടില്ല. കൊച്ചിയിൽ എവിടെയും തന്നെ അങ്ങനെ ഒരു ആഘോഷ പരിപാടികളിലേക്ക് പോയിട്ടില്ല. എന്നാൽ പള്ളികളിലും മറ്റും നടക്കുന്ന കൃത്യമായ പ്രാർത്ഥനാ ചടങ്ങുകളും അതുപോലെ തന്നെ കുർബാന കർമ്മങ്ങളും മാത്രമാണ് നിലവിൽ ഉള്ളത്. കരോൾ സംഘങ്ങളാണെങ്കിൽ പോലും വലിയൊരു ആഘോഷത്തിലേക്കൊന്നും കടന്നിട്ടില്ല. നിലവിൽ സാധാരണ നിലയിലുള്ള പള്ളിക്കകത്ത് തന്നെയുള്ള കരോളും മറ്റുമായി ഇത്തവണ ഒതുക്കിയിരിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ മതമേലധ്യക്ഷന്മാർ പ്രഖ്യാപിച്ചത് കാരണം വലിയൊരു ആഘോഷ പരിപാടികളിലേക്കൊന്നും തന്നെ കടക്കുകയില്ല എന്നുള്ളത് വ്യക്തമാക്കിയതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ സാധാരണ നിലയിൽ അല്ലെങ്കിൽ വളരെ ലളിതമായ ചടങ്ങുകളിലേക്ക് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം എന്ന് എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ പുത്തൻകുരിശ് സെന്റ് അത്തനാസിയസ് കത്തീഡ്രൽ പള്ളിയിൽ ശ്രേഷ്ഠ ബാവ കത്തോലിക്ക ബാവ അത് അവിടുത്തെ മുഖ്യ കാർമ്മിത്വം, അതായത് പാതിര കുർബാനയുടെ കാർമ്മികത്വം വഹിച്ചു യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയസ് തോമസ് പ്രഥമൻ ബാവയാണ് തവണ അവിടെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അങ്ങനെ കൊച്ചിയിലെ വിവിധ പള്ളികളിൽ സഭയുടെ മേലധ്യക്ഷന്മാർ തന്നെ നേരിട്ടെത്തി
ഇത്തരത്തിൽ ഈ ഒരു പാതിര കുർബാന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയാണ്. ഏതായാലും നിലവിൽ വിവിധ പള്ളികളിൽ തിരുക്കർമ്മങ്ങളും അതുപോലെ തന്നെ പാതിര കുർബാന ചടങ്ങുകളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ക്രിസ്tina. ശരി, കോഴിക്കോട് ദേവമാതാ ദേവാലയത്തിൽ നിന്ന് അർജുൻ മട്ടന്നൂർ കൂടി ചേരുകയാണ്. അർജുൻ, കോഴിക്കോട്ടെ ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്താണ് ഇത്തവണത്തെ ക്രിസ്മസ് സന്ദേശം? ക്രിസ്മസ് നമ്മളെപ്പോഴും പഠിപ്പിക്കേണ്ടതും ഓർമ്മിക്കേണ്ടതുമായ നിർവചനമാണ്. എന്താണ് ക്രിസ്മസ് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് വചനം മാംസമായി ദൈവം മനുഷ്യനായി മണ്ണിൽ അവതരിച്ചു എന്ന്. അതിനാൽ പുൽക്കൂടിന് മുൻപിൽ നിൽക്കുമ്പോൾ പുൽക്കൂട് ചോദിക്കുന്ന വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ആഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ദേവമാതാ ദേവാലയത്തിൽ നിന്ന് അർജുൻ മട്ടന്നൂർ ചേരുകയാണ്. അർജുൻ, കോഴിക്കോട്ടെ ദേവമാതാ ദേവാലയത്തിൽ എങ്ങനെയാണ് തിരുപ്പിറവി ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ആരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്? ക്രിസ്മസിന്റെ സന്ദേശം എന്താണ്? ക്രിസ്tina, കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കലാലത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇപ്പോൾ ക്രിസ്മസ് ദിവ്യബലി അർപ്പിക്കുന്നത്. കോഴിക്കോട് രൂപതയിലെ ദേവമാതാ കത്തീഡ്രലിൽ വെച്ചാണ് ഇപ്പോൾ ചടങ്ങുകൾ. ഈ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 2 വർഷം കോവിഡ് കാരണം ഇത്തരത്തിൽ പാതിരാ കുർബാന അടക്കം കൃത്യമായി നടത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്ന ശേഷം ഇപ്പോൾ വിശ്വാസികൾ പതിവ് പോലെ പള്ളിയിലേക്ക് എത്തുകയും ഇത്തരത്തിൽ പാതിരാ കുർബാനയിലടക്കം പങ്കെടുക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നിരവധി വിശ്വാസികൾ ദേവമാതാ കത്തീഡ്രലിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലെ മറ്റ് ആരാധനാലയങ്ങളിലും ഇത്തരത്തിൽ പാതിരാ കുർബാനക്കായി എത്തുന്നുണ്ട്. താമരശ്ശേരി രൂപതയിൽ മേരിമാതാ കത്തീഡ്രലിൽ നടക്കുന്ന പാതിരാ കുർബാനയിൽ ഫാദർ മാത്യു മാവേലിലാണ് നേതൃത്വം നൽകുന്നത്. നാളെ രാവിലെ 7 മണിക്ക് ക്രിസ്മസ് ദിന ശുശ്രൂഷകൾക്ക് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിലും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്രിസ്tina. കോഴിക്കോട് ദേവമാതാ ദേവാലയത്തിൽ നിന്ന് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് പാളയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്ന് അല്ലമീൻ ചേരുകയാണ്. അല്ലമീൻ, തുടക്കം മുതൽ അല്ലമീൻ അവിടുത്തെ തിരുപ്പിറവി പാതിരാ കുർബാന ചടങ്ങുകളുടെ ഭാഗമായിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അദ്ദേഹമാണ് ആൾക്കാരിലുള്ള രൂപം കാലമാണ് ശാന്തി ലഭിക്കുന്നതിന് കാരണമായി. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവി ആഘോഷ ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസ് പള്ളിയിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കുർബാന ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. വിവിധ ദേവാലയങ്ങളിൽ നിന്ന് 24-ന്റെ പ്രതിനിധികൾ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തിരുപ്പിറവി ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഗായക സംഘാംഗങ്ങളും മറ്റ് പ്രമുഖരും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. Oh
Dominus vobiscum. Lectio Sancti Evangelii secundum Lucas. വത്തിക്കാനിൽ നിന്നുള്ള തിരുപ്പിറവി ആഘോഷ ചടങ്ങുകളുടെയും കുർബാനയുടെയും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. വിനീതരാകാനാണ് മാർപ്പാപ്പയുടെ ഇത്തവണത്തെ ക്രിസ്മസ് സന്ദേശം. എളിമയുടെ ക്രിസ്മസ് സന്ദേശമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയത്. തിരുവനന്തപുരത്തേക്കാണ് വീണ്ടും പോകുന്നത്. തിരുവനന്തപുരത്ത് പാളയം സെയിൻറ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്ന് അല്ലമീൻ ചേരുകയാണ്. അല്ലമീൻ, എങ്ങനെയാണ് അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ഏതാണ്ട് എല്ലാ ദേവാലയങ്ങളിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിലാണ് തിരുപ്പിറവി ശുശ്രൂഷാകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാതിരാ കുർബാന അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ച വലിയ ഇടയന്റെ ജന്മം പ്രഖ്യാപിക്കുന്ന ശുഭമുഹൂർത്തം, വലിയ മുഹൂർത്തമാണ്. മുഹൂർത്തത്തിന് സാക്ഷികളാകുന്നതിന് വേണ്ടി പ്രാർത്ഥനാനിരതമായ മനുഷ്യരുമായി നിരവധി വിശ്വാസികൾ വളരെ നേരത്തെ തന്നെ ദേവാലയങ്ങളിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പലയിടങ്ങളിലും പാതിരാ കുർബാനയും അതുമായി ബന്ധപ്പെട്ട തിരുപ്പിറവി ശുശ്രൂഷ കർമ്മങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പലയിടങ്ങളിലും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയും ചടങ്ങുകൾ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. തിരുപ്പിറവിയുടെ നന്മ മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ദേവാലയങ്ങളൊക്കെ തന്നെ വിശ്വാസഭിത്തിയിൽ മണ്ണിലും മിന്നിലും വെളിച്ചം പകർന്ന പുണ്യരാവിനെ വരവേൽക്കുന്നത്. പലയിടങ്ങളിലും വളരെ നേരത്തെ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നിരുന്നു. തിരുവനന്തപുരത്ത് ആദ്യ ചടങ്ങുകൾ ആരംഭിച്ചത് പട്ടം സെന്റ് തോമസ് കത്തീഡ്രലിലായിരുന്നു. 9 മണിയോടുകൂടി അവിടെ ചടങ്ങുകൾ ആരംഭിച്ചു. കർദിനാൾ മാർ ബസേലിയോസ് കാതോലിക്ക ബാവയാണ് അവിടുത്തെ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. അവിടെ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള ചടങ്ങുകളുണ്ടായിരുന്നു. നിരവധി ആളുകൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ 11:30 തിരുപ്പിറവി കർമ്മങ്ങൾ ആരംഭിച്ചത്. അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ശ്രീകൃഷ്ണന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇവിടുത്തെ ചടങ്ങുകൾ നടക്കുന്നത്. അൽത്താരയുടെ രൂപം പുഷ്പിച്ചുകൊണ്ടായിരുന്നു ഇവിടെ ശുശ്രൂഷ കർമ്മങ്ങൾ ആരംഭിച്ചത്. ശരി അല്ലമീൻ, സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അത് അവസാന ഘട്ടത്തിലേക്ക് പലയിടത്തും എത്തിക്കഴിഞ്ഞു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു 24-ന്റെ പ്രതിനിധികൾ. വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീമാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പാളയം സെയിൻറ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്ന് അല്ലമീനും, കോഴിക്കോട് ദേവമാതാ ദേവാലയത്തിൽ നിന്ന് അർജുൻ മട്ടന്നൂരുമാണ് വിശദാംശങ്ങൾ നൽകിയത്. തത്സമയം തന്നെ വത്തിക്കാനിലും തിരുപ്പിറവി ആഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. എളിമയുടെ ക്രിസ്മസ് സന്ദേശമാണ് ഇത്തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയത്. പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ച് ജനങ്ങൾക്ക് നന്മ പകരുകയും അശരണർക്ക് ആലംബരാകാതെ ഇരിക്കുകയും ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞത്. che lodava Dio e diceva Gloria a Dio nel più alto dei cieli. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും മെറി ക്രിസ്മസ് ഫ്രം ടീം 24. ഗുഡ് നൈറ്റ്. Verbum Domini. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.